Hi students. Next topic is our fourth module. There is embedded system, a real-time operating system, RTOS. Exactly നമ്മൾ പറയുകയാണെങ്കിൽ RTOS based embedded system design. ഇതാണ് ആക്ച്വലി നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ. So RTOS means a real-time operating system. Real-time operating system എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ we should know what is operating system. Operating system എന്താണെന്ന് അറിയണം, and what are the functions of an operating system, how an operating system handle users and other application software. അങ്ങനെ അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എന്താണ് RTOS എന്ന് പറയാൻ പറ്റുള്ളൂ, എന്തിനാണ് RTOS എന്ന് പറയാൻ പറ്റുള്ളൂ, RTOSൻ്റെ ഫങ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് OS എന്നുള്ളത്. ഓക്കെ, സോ what is an operating system? Operating system is an interface between the user of a computer system and a computer hardware. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് OS എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പൈലർ, അസംബ്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് OSും. സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ദിസ് system or this operating system is an interface between user and computer hardware. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയ്ക്ക് ഉള്ളൊരു ഇൻ്റർഫേസ് ആണ് ആക്ച്വലി ഇത് OS എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു ഡെഫിനേഷനാണ് വാട്ട് ഈസ് എൻ OS എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡെഫിനേഷനാണ് ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസാണ് OS എന്ന് പറഞ്ഞാൽ. നമ്മളെന്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് OSൻ്റെ അടുത്തായിരിക്കും. OS കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ അടുത്തേക്ക് മെസ്സേജായി സെൻഡ് ചെയ്യും. ഹാർഡ്വെയർ എന്ത് ചെയ്യും, നമ്മളെ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സാധനം എന്താണോ അത് OSനകത്തേക്ക് സെൻഡ് ചെയ്യും. OS ആണ് ആക്ച്വലി നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെയും ഹാർഡ്വെയറിൻ്റെയും ഡയറക്റ്റ് ഡീൽ ചെയ്യാതെ അതിൻ്റെ നടുക്ക് ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, OS ആയിരിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഏരിയ we have different kinds of operating system because same operating system does not satisfy all the requirements in various applications. അപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ അതിനും, അതായത് ഓരോരോ ടൈപ്പ് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ്, അപ്പോൾ അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന OS സെയിം OSന് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഏരിയ വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് OS. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എന്തുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ബിക്കോസ് സെയിം OS system does not satisfy all the requirements in various applications. The OS manages the system resources. System resources എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്, സിസ്റ്റത്തിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളും, ഇപ്പം മെമ്മറി, IO ഡിവൈസ്, ഫയൽ, നമ്മുടെ ഫോൾഡർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ഹാർഡ് ഡിസ്ക്, പിന്നെ തം ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു റിസോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുള്ള റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്, OS ആണ്. The OS manages the system resources and make them available to the user applications on need basis. അപ്പം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അപ്പം OSൻ്റെ അടുത്തേക്ക് OS യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളുണ്ടാക്കും. ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ച്വലി ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന സാധനമായിരിക്കും കാൽക്കുലേറ്റർ എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ആക്ച്വലി റിക്വസ്റ്റ് ചെയ്യുന്നത് OSനായിരിക്കും. ഈ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ OSനകത്തായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ OS ആയിരിക്കും ഹാർഡ്വെയറിനെ റിക്വസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഈ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ പെർഫോം ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് OSന് കൊടുക്കും. OS എന്നിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് കൊടുക്കും. ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അതുകൊണ്ടാണ് ആക്ച്വലി
ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം റിസോഴ്സസിന് അവൈലബിൾ ആണോ, ആ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ആവശ്യമനുസരിച്ച് കൊടുക്കുന്നത് ആക്ച്വലി ആരായിരിക്കും? OS ആയിരിക്കും. അതാണ് പറയുന്നത് OS മാനേജസ് ദ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് മേക്ക് ദം അവൈലബിൾ ടു ദ യൂസർ ആപ്ലിക്കേഷൻസ് ഓൺ ദി നീഡ് ബേസിസ്. ആവശ്യമനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് റിസോഴ്സസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നത് ആക്ച്വലി OS ആയിരിക്കും. ദി പ്രൈമറി ഫങ്ഷൻസ് ഓഫ് OS operating system is make the system convenient to use. It organize and manages the system resource efficiently and correctly. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് OSൻ്റെ മെയിൻ ഫങ്ഷൻ തന്നെ. മേക്ക് ദ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ്, കൺവീനിയൻ്റ് ആയിട്ട് ഒരു സിസ്റ്റം യൂസ് ചെയ്യുക, ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ സെക്കൻഡ് തിങ് ഓർഗനൈസ് ആൻഡ് മാനേജ് ചെയ്യാനും ഓർഗനൈസ് ആൻഡ് മാനേജ് ദ സിസ്റ്റം റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ആൻഡ് കറക്റ്റ്ലി. എഫിഷ്യൻ്റായിട്ടും കറക്റ്റായിട്ടും സിസ്റ്റം റിസോഴ്സസ് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും? OS ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് OS എന്താണെന്ന്. ആക്ച്വലി ഇതാണ് ഈ ബ്ലോക്കിൽ കാണുന്നതാണ് എന്ത് OS എന്ന് പറയുന്നത്. OS നമ്മൾ യൂസർ എന്ന് പറഞ്ഞാൽ ഇതിന് വെളിയിലുള്ള ആളാണ്. ഇവിടെയാണ് യൂസർ വരെ. യൂസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? OSനകത്തേക്കായിരിക്കും. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ യൂസർ ആപ്ലിക്കേഷനും ഈ OSനും ഇടയ്ക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം API യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇവർ ഹാൻഡിൽ ചെയ്യുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നിരിക്കാം. അതായിരിക്കും ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിലുണ്ടാകുന്നത്, യൂസറിൻ്റെ ഏറ്റവും അടുത്തുണ്ടാകുന്ന ഒരു സാധനം അതായിരിക്കും. അത് ആക്ച്വലി എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആര് വഴിയാണ് ചെയ്യുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹാർഡ്വെയറിനും ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആയിരിക്കും അപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നത്? OS വർക്ക് ചെയ്യുന്നത്. ഇനി OSൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ മാനേജ്മെൻറ്റ്സാണ് ചെയ്യുന്നതെന്ന് നോക്കിയത്. അത് മെമ്മറി മാനേജ് ചെയ്യും, പ്രോസസ്സ് മാനേജ് ചെയ്യും. എന്താണ് പ്രോസസ്സ് എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ടൈം മാനേജ് ചെയ്യും, ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യും, IO ഡിവൈസിനെ മാനേജ് ചെയ്യും. ഇത്രയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് OS പെർഫോം ചെയ്യുന്നത്. അപ്പോൾ OSന് മേലെയുള്ള ഒരു സാധനമാണ് നമുക്കെന്ത് യൂസർ ആപ്ലിക്കേഷൻ തന്നെ. അപ്പോൾ യൂസർ ആപ്ലിക്കേഷൻസ് ഈ OSൻ്റെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് API കോൾസ്. ഇപ്പോൾ API തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ് അതിന് പറയാം. അപ്പോൾ API കോൾസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഓരോന്നിനെയും അപ്രോച്ച് ചെയ്യുക. ഇപ്പോൾ ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റിന് ഒരു പെർട്ടിക്കുലർ APIs ഉണ്ടാകും, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാകും, പ്രോസസ് മാനേജ്മെൻറ്റ് ഉണ്ടാകും, മെമ്മറി മാനേജ്മെൻറ്റ് ഉണ്ടാകും, IO ഡിവൈസ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ടാകും. അപ്പം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോറിനെ നമ്മൾ പറയുക കേർണലിനെ പറയാം, കേർണൽ ഓഫ് ദി OS. ആൻഡ് ഈ കേർണലും ഇത്രയും പ്രോസസ് മാനേജ്മെൻറ്റും ഇത്രയും മാനേജ്മെൻറ്റ് സിസ്റ്റവും കൂടെ കൂടിയതാണ് ആക്ച്വലി OS എന്ന് പറയുന്നത്. അതിൻ്റെ ചുവടെയാണ് നമുക്ക് എന്തുണ്ടാവുക? ഹാർഡ്വെയർ ഉണ്ടാവുക. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ അടുത്ത് ഡയറക്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റല്ല ആക്ച്വലി, ഒരു ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അതിനിടയ്ക്ക് ഉണ്ടാകുന്നത്. ആ എറോ മാർക്ക് ആക്ച്വലി ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ഡിവൈസ് ഡ്രൈവർ OSനും പ്യുവർ ഹാർഡ്വെയറിനിടയ്ക്ക് ഉണ്ടാകും. ആ ഹാർഡ്വെയറിൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് റിസീവ് ചെയ്ത് OSന് സെൻഡ് ചെയ്യുന്നത് ഡിവൈസ് ഡ്രൈവർ പോലത്തെ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഈസ് കേർണൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കേർണൽ ഈസ് ദി കോർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം and responsible for managing the system resources and the communication among the hardware and other services. Then actually kernel എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്, ഏറ്റവും കോർ ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ത് കേർണൽ എന്ന് പറഞ്ഞാൽ. കേർണൽ ഈസ് എ കോർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദി സിസ്റ്റം റിസോഴ്സസ്. സിസ്റ്റം റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പോർഷനാണ് ആക്ച്വലി എന്ത് കേർണൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ദി ഹാർഡ്വെയർ ആൻഡ് അതർ സിസ്റ്റം സർവീസസ്. സിസ്റ്റം സർവീസസും ഹാർഡ്വെയർ ഒക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്തും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്?
ഈ കേർണൽ എന്ന് പറയുന്നത്. കേർണൽ ആക്ട് ആസ് അബ്സ്ട്രാക്ഷൻ ലെയർ ബിറ്റ്വീൻ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് യൂസർ ആപ്ലിക്കേഷൻ. യൂസർ ആപ്ലിക്കേഷൻ ലെയറിനും സിസ്റ്റം റിസോഴ്സസിനും ഇടയ്ക്കുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ലെയറായിട്ടാണ് ആക്ച്വലി ആര് വർക്ക് ചെയ്യുന്നത്, കേർണൽ വർക്ക് ചെയ്യുന്നത്. കേർണൽ കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് സിസ്റ്റം ലൈബ്രറീസ് ആൻഡ് സർവീസസ്. കുറേ സർവീസസും സിസ്റ്റം സർവീസസൊക്കെ കൂടിയതാണ് ഒരു കേർണൽ എന്ന് പറഞ്ഞാൽ. കുറേ സർവീസസ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ കുറേ സർവീസസൊക്കെ ഉള്ള കുറേ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഉള്ള സാധനമാണ് ആക്ച്വലി കേർണൽ എന്ന് പറഞ്ഞാൽ. എനിവേ എൻറ്റയർ OSനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരാണ്, കേർണൽ എന്ന് പറഞ്ഞാൽ. കോർ ഓഫ് ദി OS. ഇനി എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഫോർ എ ജനറൽ പർപ്പസ് OS ദി കേർണൽ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് സർവീസസ് ഫോർ ഹാൻഡ്ലിങ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നിങ്ങൾ തൽക്കാലം ഇപ്പോൾ വിചാരിച്ചിരിക്കുക. നമുക്ക് നോക്കാം എന്താണോ പ്രോസസ്സ് എന്നാണ്. ഇപ്പോൾ പ്രോസസ് മാനേജ്മെൻറ്റ് ഡീൽസ് ദി മാനേജിങ് ദി പ്രോസസ് ഓർ ടാസ്ക് പ്രോസസ്സിനെയൊക്കെ മാനേജ് ചെയ്യലാണ് ആക്ച്വലി പ്രോസസ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി പ്രോസസ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ്. എന്തൊക്കെയാണെന്ന് നോക്കി. സെറ്റിംഗ് ഓഫ് മെമ്മറി സ്പേസ് ഫോർ ദി പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്പേസ് സെറ്റ് ചെയ്ത് വെക്കുക. ലോഡിങ് ദി പ്രോസസ് കോഡ് ഇൻ ടു മെമ്മറി സ്പേസ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആയിരിക്കുമല്ലോ. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത് ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ടായിരിക്കും. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മെമ്മറി ആദ്യം അലോക്കേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് നമ്മൾ സെറ്റിംഗ് ദി മെമ്മറി സ്പേസ് ഫോർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് തിങ്, ആ പ്രോഗ്രാം മെമ്മറിയിലേക്ക് എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. അലോക്കേറ്റിംഗ് ദി സിസ്റ്റം റിസോഴ്സസ്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം റിസോഴ്സസൊക്കെ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. ഷെഡ്യൂളിംഗ് ആൻഡ് മാനേജിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോസസ്സ്. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. എത്ര ടൈമിൽ എത്ര നേരം വേണം, എപ്പോൾ ഒക്കെ വേണം, ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. സെറ്റിംഗ് അപ്പ് ആൻഡ് മാനേജിങ് ദി പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. PCB എന്ന് പറഞ്ഞ സാധനം പ്രോസസ്സിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനമാണ് നമ്മൾ PCB എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്കർണൈസേഷൻ. പ്രോസസ്സ് തമ്മിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് മാനേജ് ചെയ്യുക. പ്രോസസ് ടെർമിനേഷൻ ആൻഡ് ഡിലീഷൻ. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യുക, മെമ്മറിക്കകത്ത് നിന്ന് അതെടുത്ത് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി പ്രോസസ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് പ്രൈമറി മെമ്മറി മാനേജ്മെൻറ്റ്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറി, റാം എന്ന് പറയുക. പ്രൈമറി മെമ്മറി റെഫേഴ്സ് ടു ദി വോളറ്റൈൽ മെമ്മറി, റാം, ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ഓഫ് ദി കേർണൽ റെസ്പോൺസിബിൾ ഫോർ എന്തൊക്കെയാണ് വെക്കാം. keeping track of which part of the memory area is currently used by the which process. ഏത് പ്രോസസ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏത് മെമ്മറി ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്, അത് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യുക. ഓരോ പ്രോസസ്സും ഏതൊക്കെ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് വെക്കുന്നത് അത് പ്രൈമറി മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അലോക്കേറ്റിംഗ് ആൻഡ് ഡി അലോക്കേറ്റിംഗ് മെമ്മറി സ്പേസ് ഫോർ നീഡ് ബേസിസ്. അതായത് ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി അലോക്കേറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് പ്രൈമറി മാനേജ്മെൻറ്റാണ്, മെമ്മറി മാനേജ്മെൻറ്റാണ്. ഇനി ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്. ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഹാർഡ് ഡിസ്കിനകത്തും ഫ്ലോപ്പി ഡിസ്കിനകത്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് CD-ROമിനകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഫയൽസ് ആയിട്ടാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് നമ്മളൊരു കളക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫയലായിട്ടാണ് നമ്മൾ. ഫയൽ കുഡ് ബി എ പ്രോഗ്രാം. അതൊരു പ്രോഗ്രാം ആയിരിക്കാം, ടെക്സ്റ്റ് ഫയൽ ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം, വീഡിയോ ഫയൽ ആയിരിക്കും, ഇതുപോലത്തെ ഏതെങ്കിലും ആയിരിക്കും. അതിനെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈച്ച് ഓഫ് ദീസ് ഫയൽസ് ഡിഫർ ഇൻ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ദേ ഹോൾഡ്. ഓരോ ഫയലും ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സൈസിലായിരിക്കും, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡിലായിരിക്കും. ഇത് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ് സർവീസ് ഓഫ് കേർണൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ. കേർണൽ എന്തൊക്കെയാണ് ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേർണലിന്? ക്രിയേഷൻ, ഡിലീഷൻ ആൻഡ് ഓൾട്രേഷൻ ഓഫ് ഫയൽ. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാ? ഈ കേർണലാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫയൽ ഡിലീറ്റ് ചെയ്യുന്നത്, ഫയൽ മോഡിഫൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ക്രിയേഷൻ, ഡിലീഷൻ, ഓൾട്രേഷൻ ഓഫ് ഡയറക്ടറീസ്. ഫയൽ കീപ്പ് ചെയ്യുന്ന സ്പേസാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോൾഡർ എന്ന് പറയുന്ന സാധനം, ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഓൾട്ടർ ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ കേർണലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സേവിങ് ഓഫ് ഫയൽ ഇൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഇപ്പം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് സേവ് ചെയ്യുന്നത് അതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ കേർണലാണ്. പ്രൊവൈഡിങ് ഓട്ടോമാറ്റിക് അലൊക്കേഷൻ ഓഫ് ഫയൽ സ്പേസ് ബേസ്ഡ് ഓൺ എമൗണ്ട് ഓഫ് സ്പേസ് അവൈലബിൾ.
മെമ്മറി സ്പേസ് അവൈലബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് അവൈലബിൾ, സെക്കൻഡറി സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് സ്പേസിൽ അലോക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ ഏരിയയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ കേർണലാണ്. പ്രൊവൈഡിങ് ഫ്ലെക്സിബിൾ നെയിമിംഗ് കൺവെൻഷൻ ഓഫ് ദി ഫയൽ. എല്ലാ ഫയൽസ് OSനകത്തും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ ലെങ്ത്തുള്ള നെയിം കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ എക്സ്റ്റൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഫയൽ നെയിമിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടറൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഈ കേർണലാണ്. വേരിയസ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പം MS-DOSനകത്ത് യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റം ഒരുപോലെ ആയിരിക്കില്ല യുനിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അതൊക്കെ OS ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ കേർണലാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇനി IO സിസ്റ്റം മാനേജ്മെൻറ്റ്. കേർണൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ദ IO റിക്വസ്റ്റ് ഫ്രം ദി ഡിഫറെൻറ്റ് യൂസേഴ്സ് ആപ്ലിക്കേഷൻ അപ്രോച്ചസ് അപ്രോപ്രിയേറ്റ് IO ഡിവൈസസ് സിസ്റ്റം. IO ഡിവൈസിനകത്ത് നിന്നുള്ള റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഈ കേർണലായിരിക്കും. അപ്പോൾ പല സിസ്റ്റം പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിനെ റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതും അതിന് വേണ്ട രീതിയിൽ ചെയ്യുന്നതും ആരായിരിക്കും? IO ഡിവൈസസ് ആണ്. ദ ഡിവൈസ് ആർ സ്പെസിഫിക് ടു എ ഇപ്പം ഡിവൈസിനകത്ത് നിന്നുള്ള ഡാറ്റ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഡിവൈസ് ഡ്രൈവർ ലോഡ് ചെയ്യുന്നതും ഒക്കെ ഇതായിരിക്കും. അപ്പോൾ നോർമലി എന്താ വെച്ച് കഴിഞ്ഞാൽ OSനകത്ത് വെൽ സ്ട്രക്ചേർഡ് OS ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ IO ഡിവൈസസിൻ്റെയും ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ടായിരിക്കും? ഈ OSനകത്ത് ഉണ്ടായിരിക്കും. കേർണൽ എന്ത് ചെയ്യും? എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ API കോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ IO ഡിവൈസസിന് OS എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. ദി കേർണൽ മെയിൻറ്റെയിൻസ് എ ലിസ്റ്റ് ഓഫ് IO ഡിവൈസസ് ഓഫ് ദി സിസ്റ്റം. എപ്പോഴും കേർണലിനകത്ത് എന്തുണ്ടാകും? നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന IO ഡിവൈസസിൻ്റെ ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്യും. അപ്പം നമ്മൾ പുതിയൊരു IO ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഡിവൈസ് ഡ്രൈവർ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഡിവൈസ് ഡ്രൈവർ ലോഡ് ചെയ്യും. ഈ ലിസ്റ്റിനകത്ത് പുതിയൊരു IO ഡിവൈസിനെ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്തതായിട്ട് അത് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യും. അങ്ങനെ ഈ ഡിവൈസസിനെ എല്ലാം മാനേജ് ചെയ്യുന്നത്, IO ഡിവൈസസിനെല്ലാം മാനേജ് ചെയ്യുന്നത് ആക്ച്വലി കേർണലാണ്. അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയത്? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നോക്കിയത്? ലോഡിങ് ആൻഡ് അൺലോഡിങ് ഡിവൈസ് ഡ്രൈവേഴ്സ്, എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ഓഫ് ദി സിസ്റ്റം സ്പെസിഫിക് കൺട്രോൾ ടു ആൻഡ് ഫ്രം ഡിവൈസ്. ഡിവൈസിനകത്തേക്കും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതും ആരാണ് റെസ്പോൺസിബിൾ? ഈ കേർണലാണ് റെസ്പോൺസിബിൾ. ഇനി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡ്രൈവ്, CD, തമ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ സെക്കൻഡറി സ്റ്റോറേജ് മാനേജ്മെൻ്റ് ആണ്. അതും ചെയ്യുന്നത് കേർണലിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. Secondary storage management deals with managing of secondary storage memory device in case it has to be connected to the system. സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സെക്കൻഡറി സ്റ്റോറേജിനെയും മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള കേർണലായിരിക്കും. ബാക്കപ്പ് മീഡിയം ആയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സെക്കൻഡറി സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പേസ് എത്രയാണ്, എവിടെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റണം, ആക്ച്വലി എന്തൊക്കെയാണ് ഇപ്പോൾ കേർണൽ ഈ സെക്കൻഡറി സ്റ്റോറേജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. ഡിസ്ക് സ്റ്റോറേജ് അലോക്കേഷൻ, സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുന്നത് എവിടെ അലോക്കേറ്റ് ചെയ്യണം. ഡിസ്ക് ഷെഡ്യൂളിംഗ്, എങ്ങനെയൊക്കെയാണ് ഓരോരോ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഫ്രീ ഡിസ്ക് സ്പേസ് മാനേജ്മെൻറ്റ്, ഫ്രീ ആയിട്ടുള്ള ഡിസ്ക് സ്പേസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ആക്ച്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ്? ഈ കേർണലായിരിക്കും. അതുപോലെ തന്നെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷൻസ് എന്നാണ്, ഓരോ ഡിവൈസിൻ്റെയും പ്രൊട്ടക്ഷൻസ്. ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ചിലപ്പോൾ എന്തുണ്ടാകും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഈ ഒരു OS ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഓരോ യൂസറിനുമുള്ള പ്രോസസ്സും അതിനുവേണ്ട റിസോഴ്സസും വേറൊരാൾ ഷെയർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ആക്ച്വലി ഈ OS ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതും OS ആയിരിക്കും ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഡിവൈസസിനകത്തുള്ള ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതും DMA ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആക്ച്വലി ഈ OS ആയിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. OSനകത്തുള്ള എസ്പെഷ്യലി കേർണലായിരിക്കും. അപ്പം ഇതിനകത്ത് നമുക്കൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടി എന്താണ് OS എന്നുള്ളത്. മനസ്സിലായല്ലോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ജനറൽ പർപ്പസ് OSൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഏതൊക്കെ ടൈപ്പ് OS ആണുള്ളത്. അതിനാണെങ്കിലാണ് നമ്മളെ കാറ്റഗറി ഇതിനകത്ത് വരുന്നതാണ്, ഈ RTOS ഇതിനകത്ത് വരുന്നതാണ്. ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
Depending upon the type of kernel and kernel service, purpose and type of operating systems are different. OS is ഇപ്പം ഓരോ കേണലിൻ്റെ സർവീസസും കേണലിൻ്റെ പേർപ്പസസും ടൈപ്പ് ഓഫ് കേണലിൻ്റെ സർവീസസും അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ടൈപ്പ് OS ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആപ്ലിക്കേഷനും വേണ്ടത് ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് OS ആണ് വേണ്ടത്. ഇപ്പം നോർമലി there are two types of operating systems available in computer field. One is general purpose operating system, GPOS, and second thing is a real type operating system, and it is designed for embedded system purpose. Embedded system വേണ്ടിയിട്ടാണ് ആക്ച്വലി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. The operating system which are deployed in general computing systems are referred to as general purpose operating system. General purpose കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ നമ്മൾ കാണുന്നത് ജനറൽ പർപ്പസ് OS ആണ്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻ്റായിട്ട് വരുന്നത് എപ്പോഴാണ് ആ സിസ്റ്റം ഒരു റിയൽ ടൈം OSന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ OSന് എല്ലാ ഫംഗ്ഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ OS എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ഈ റിയൽ ടൈം OS ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. These kind of operating systems are quite non-deterministic in behavior, and the services can inject random delay into application software, may cause slow responsive of an applications at unexpected times. ജനറൽ പർപ്പസ് സിസ്റ്റത്തിനകത്ത് നമുക്ക് റിയൽ ടൈം എന്താ നമ്മളിപ്പോൾ പറയും, സാധാരണ വെച്ച് കഴിഞ്ഞാൽ ടൈം ബൗണ്ടഡ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇൻപുട്ട് കൊടുത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എന്താ പറയുക, ഇത്ര ടൈമിനകത്ത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് മാനേജ് ചെയ്യണമെന്നോ ഹാൻഡിൽ ചെയ്യണമെന്നോ നമ്മളൊരിക്കലും സ്പെസിഫൈ ചെയ്യാറില്ല. നമ്മൾ എന്തുമാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ, നമുക്ക് ഇതിൻ്റെ റിസൾട്ടിനകത്ത് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് OS എന്ന് പറഞ്ഞാൽ വിൻഡോസ്, ഡോസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഈവൻ യൂണിക്സ് ആണെങ്കിലും വിൻഡോസ് XP, MS എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ റിയൽ ടൈം OS എന്നുള്ളതാണ്. റിയൽ ടൈം ഇംപ്ലൈസ് ഡിറ്റർമിനിസ്റ്റിക് ടൈമിംഗ് ബിഹേവിയർ. അതിനൊരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ എന്ത് വേണം, റിസൾട്ട് വേണം. അതുകൊണ്ടാണ് ഡിറ്റർമിനിസ്റ്റിക് ടൈമിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദി OS സർവീസ് കൺസ്യൂംസ് ഓൺലി നോൺ ആൻഡ് എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് ടൈം റിഗാർഡ്ലെസ് ഓഫ് നമ്പർ ഓഫ് സർവീസസ്. എത്ര സർവീസ് ഉണ്ടെങ്കിലും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈമിനകത്ത് ആയിരിക്കണം എന്ത് ഈ റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ടൈം ബൗണ്ടഡ് ആണ് OSനകത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുക. എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം implies policies and rules concerning time critical allocation of a system resources. RTOS decides which application should run in which order and how much time needs to be allocated for each applications. Then actually RTOS എന്ന് പറയുന്നതാണ്. RTOS decide which application should run in which order. അപ്പോൾ ഏത് ഓർഡറിൽ റൺ ചെയ്യണം, ഏത് ആപ്ലിക്കേഷൻ ഏത് ഓർഡറിൽ റൺ ചെയ്യണം, ആൻഡ് ഹൗ മച്ച് ടൈം നീഡ്സ് ടു ബി അലോക്കേറ്റഡ്, എത്ര ടൈം അത് അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ടൈം ബോണ്ടഡ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ആക്ച്വലി എന്തായിരിക്കും, റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ആയിരിക്കും, റിയൽ ടൈം OS ആയിരിക്കും. അല്ലെങ്കിൽ എക്സാമ്പിൾസ് വിൻഡോസ് CE, QNX, VxWorks എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഏതിന് എക്സാമ്പിളാണ്, റിയൽ ടൈം OSന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഈസ് RTOS, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ ഷോർട്ട് ഫോം ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് RTOS. RTOS ഈസ് എ സ്പെഷ്യൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ എംബഡഡ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്, RTOS എന്ന് പറഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും ഫുൾഫിൽ ചെയ്യുന്നതാണ് RTOS എന്ന് പറഞ്ഞാൽ. പ്ലസ് അഡീഷണൽ കുറേ ഫീച്ചേഴ്സും കൂടെ ഉണ്ട് അതിനകത്ത്. റിയൽ ടൈം OS എന്ന് പറഞ്ഞാൽ അതാണ്. സോ RTOS ഈസ് എ സ്പെഷ്യൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ എ embedded system. And RTOS is an OS
റെസ്പോൺസ് ടൈം കൺട്രോൾഡ് ആൻഡ് ഇവൻറ്റ് കൺട്രോൾഡ് പ്രോസസ്സ്. റെസ്പോൺസ് ടൈം കൺട്രോൾ, റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം അത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്ന വോയിസാണ് ആക്ച്വലി ഇത്. റെസ്പോൺസ് ടൈം കൺട്രോൾഡ് ആൻഡ് ഇവൻറ്റ് കൺട്രോൾഡ് പ്രോസസ്സാണ് ആക്ച്വലി ആർട്ടോസ് പറയുന്നത്. ഇൻ ആർട്ടോസ് പ്രോസസ്സിംഗ് മസ്റ്റ് ബി ഡൺ വിതിൻ എ ഡിഫൈൻഡ് ടൈം കൺസ്ട്രെയിൻസ്. പ്രോസസ്സിംഗ് ടൈം തന്നെ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടൈം കൺസ്ട്രെയിൻസിന് ഇടയ്ക്ക് ഉണ്ടായിരിക്കണം. അത് ഭയങ്കര മസ്റ്റാണ്. Otherwise the system will cause a major problem, or system will be a failure, or it cause a major problem. അതാണ് ആക്ച്വലി ആർട്ടോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് ഈ സാധനം പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ സിസ്റ്റം ഒരു വലിയൊരു ഫെയിലർ ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റം കോസ് എ മേജർ ഹാംഫുൾ റിസൾട്ട്. ഒരു ഹാംഫുൾ റിസൾട്ട് അതെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു വലിയൊരു ഫെയിലറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. വൈ ഓർ നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്, ആർട്ടോസ് ക്യാൻ പെർഫോം മൾട്ടി ടാസ്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മോർ ദാൻ വൺ പ്രോസസ് അറ്റ് എ ടൈം. ഇപ്പം ആർട്ടോസ് എന്ന് പറഞ്ഞ സാധനം കുറേ മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടാസ്ക് ക്യാൻ പെർഫോം സൈമൾട്ടേനിയസ്ലി. ഒന്നും കൂടുതൽ ടാസ്ക് ഒരുമിച്ച് ചെയ്യുന്നതിനാണ് മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം മൾട്ടി ടാസ്ക് പെർമിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് എന്ത്, അലോ ചെയ്യുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആർട്ടോസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മോർ ദാൻ വൺ പ്രോസസ് അറ്റ് എ ടൈം. ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ തന്നെ സാധനം അലോബിൾ ആണ്, അത് പെർമിറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്, ഈ ആർട്ടോസ് എന്ന് പറഞ്ഞാൽ. ടു ഒബ്റ്റെയിൻ ദീസ് കൈൻഡ് ഓഫ് ടാസ്ക്, ആർട്ടോസ് മസ്റ്റ് മാനേജ് ആൻഡ് ഷെഡ്യൂൾ ദ CPU പ്രോസസ് ഇൻ പ്രോപ്പർ വേ. ഇങ്ങനെ CPUവിൻ്റെ ടൈമിനെ പ്രോപ്പർ വേയിൽ മാത്രം ഷെഡ്യൂൾ ചെയ്യുമെങ്കിൽ മാത്രമേ, മാനേജ് ചെയ്യുകയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ആർട്ടോസിന് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. വൈ ആർട്ടോസ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. എല്ലാ എംബഡഡ് സിസ്റ്റത്തിനകത്തും നമുക്ക് എന്ത് വേണമെന്നില്ല, ആർട്ടോസ് വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു റൈസ് കുക്കർ, അല്ലെങ്കിൽ ഒരു കോഫി വെൻഡിങ് മെഷീൻ, ഈ സാധനമൊക്കെ എംബഡഡ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം എംബഡഡ് സിസ്റ്റത്തിനകത്ത്, അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിയൽ ടൈം വോയിസ് വേണമെന്നില്ല അതിനകത്ത്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസിനകത്തും എന്ത് വേണമെന്നില്ല, റിയൽ ടൈം വോയിസ് വേണമെന്നില്ല. നമുക്ക് ഓരോ എംബഡഡ് സിസ്റ്റം, ഇപ്പോൾ വരുന്ന എല്ലാ എംബഡഡ് സിസ്റ്റം ഓരോ ടൈം കഴിയുന്നതനുസരിച്ച് എന്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ആപ്ലിക്കേഷൻസൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഓരോ വേർഷൻസിനകത്തും ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം, മൊബൈൽ ഫോൺ എന്ന് പറയാം. മൊബൈൽ ഫോൺ ആക്ച്വലി അതൊരു എംബഡഡ് സിസ്റ്റം ആയിരുന്നു. ആ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിനകത്ത് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് ആക്ച്വലി അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു, ഓരോ ആൾക്കാരുടെ അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് പിന്നെ അടുത്ത വേർഷൻസ് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് വന്നു, ക്യാമറ ആഡ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഓരോ വേർഷൻസ് വരുമ്പോഴും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വേർഷനകത്ത് നമുക്ക് എന്ത് വേണമെന്നില്ലായിരുന്നു, ആർട്ടോസ് വേണമെന്നില്ല. അപ്പം അപ്ലിക്കേഷൻസും അതിൻ്റെ കോംപ്ലക്സിറ്റിയും ഹാർഡ്വെയർ കോംപ്ലക്സിറ്റിയും കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു, നമുക്ക് ആർട്ടോസ് എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം സാധാരണ ഒരു OSന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുതന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എംബഡഡ് സിസ്റ്റംസ് ആർ ബിക്കമിങ് മോർ കോംപ്ലക്സ് ഇൻ ഹാർഡ്വെയർ സൈഡ് വിത്ത് എവറി ജനറേഷൻ ആൻഡ് ആസ് മോർ ഫീച്ചേഴ്സ് ആർ പുട്ട് ഇൻ ടു ദം ഇൻ ടു ഈച്ച് ഇറ്ററേഷൻ. ഓരോ ഇറ്ററേഷനകത്തും, അതായത് ഓരോ വേർഷനകത്തും നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യാൻ തുടങ്ങി. ആപ്ലിക്കേഷൻ പ്രോഗ്രാം റണ്ണിങ് ഇൻ ദി എംബഡഡ് സിസ്റ്റം പ്ലാറ്റ്ഫോം വിൽ ബിക്കം ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ടു മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അൾട്ടിമേറ്റ്ലി ആർട്ടോസ് വിൽ ബി എഫക്റ്റീവ് ടു അലോ ദി റിയൽ ടൈം ആപ്ലിക്കേഷൻ ടു ഡിസൈൻ ആൻഡ് എക്സ്പാൻഡഡ് മോർ ഈസിലി വൈൽ മീറ്റിംഗ് ദി പെർഫോമൻസ് റിക്വയർഡ്. അപ്പം നമ്മളെ പെർഫോമൻസിനകത്ത് ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല, എല്ലാ സാധനങ്ങളും അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റണം. ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വഴിയല്ലോ, അതാണ് ആക്ച്വലി എന്ത്, ആർട്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സിസ്റ്റത്തിനകത്ത് എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാ എംബഡഡ് സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ആർട്ടോസ് ആണെന്നില്ലേ. നമുക്ക് സാധാരണ സിമ്പിൾ ആപ്ലിക്കേഷനകത്തൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, ആർട്ടോസ് യൂസ് ചെയ്യാറ് പോലുമില്ല. ആർട്ടോസ് ക്യാൻ പെർഫോം ദി ഫോളോയിങ് ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ഡിറ്റർമിൻ വിച്ച് എക്സിക്യൂഷൻ എൻറ്റിറ്റീസ് ഇൻ ദി ആപ്ലിക്കേഷൻ ഷുഡ് കൺട്രോൾ ദി CPU. ഏത് എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഏത് സംഭവമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്തുള്ള ഏത് എൻറ്റിറ്റിയാണ് അറ്റ് പ്രസൻറ്റ് CPUവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഡിറ്റർമിൻസ് വിച്ച് എക്സിക്യൂഷൻ എൻറ്റിറ്റീസ്, ഏത് എക്സിക്യൂഷൻ എൻറ്റിറ്റിയാണ്
ആപ്ലിക്കേഷനകത്തുള്ള ഏത് എക്സിക്യൂഷൻ എൻറ്റിറ്റിയാണ് ഇപ്പം സി പി യുവിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ വാട്ട് ഓർഡർ ആൻഡ് ഹൗ മച്ച് ടൈം ഈസ് അലൗഡ് ഫോർ ഈച്ച് ബിഫോർ ഗിവിങ് എ പ്രോസസ് കൺട്രോൾ. പ്രോസസ് കൺട്രോളിന് കൊടുക്കുന്നതിന് മുമ്പേ ഓരോന്നിനും എത്ര ടൈം, ഏത് ഓർഡറിലാണ് കൊടുക്കേണ്ടത്, സി പി യുൻ്റെ ടൈം, മെമ്മറിയുടെ ടൈം, ഇതൊക്കെ എങ്ങനെ കൊടുക്കണം, എത്ര ടൈം കൊടുക്കണം എന്നൊക്കെ ആര് ഡിസൈഡ് ചെയ്യും? ആർട്ടോസ് ഡിസൈഡ് ചെയ്യും. ഹാൻഡിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടു ആൻഡ് ഫ്രം അറ്റാച്ച്ഡ് ഹാർഡ്വെയർ ഡിവൈസ്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ മാനേജ് ചെയ്യുന്നതും ആർട്ടോസ് തന്നെയാണ്. മാനേജസ് ദി ഷെയറിംഗ് ഓഫ് ഇൻറ്റേർണൽ മെമ്മറി അമംഗ് മൾട്ടിപ്പിൾ ടാസ്ക്. ഒന്നിൽ കൂടുതൽ ടാസ്കിന് ഇൻറ്റേർണൽ മെമ്മറി എങ്ങനെ ഷെയർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതും ആർട്ടോസ് ആണ്. സെൻഡ് മെസ്സേജസ് അബൌട്ട് ദി സ്റ്റാറ്റസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് എനി എറേഴ്സ് ദറ്റ് മേ ഹാവ് ഒക്കേർഡ്. എറർ വന്നിട്ടുണ്ടെങ്കിലും ഇത് തമ്മിലുള്ള സ്റ്റാറ്റസ് എന്താണെന്നൊക്കെയുള്ള എൻ്റെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? ആർട്ടോസ് ആണ്. ദ ആർട്ടോസ് ഹാസ് ദി ഫോളോയിങ് മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാസ്ക് മാനേജ്മെൻറ്റ്, ഷെഡ്യൂളിംഗ്, ഇൻറ്ററപ്റ്റ് സർവീസിംഗ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, സിങ്കർണൈസേഷൻ എമംഗ് പ്രോസസ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. ഇതിനകത്ത് കുറേയൊക്കെ നമുക്ക് ജനറൽ പർപ്പസിനകത്തുള്ളതാണ്. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ടാസ്ക് മാനേജ്മെൻറ്റ്. നമുക്ക് എന്താ ടാസ്ക് എന്നല്ല, ചെറിയ ചെറിയ പ്രോസസ്സിനാണ് ടാസ്ക് എന്ന് പറയുന്നത്. ടാസ്കിനെ മാനേജ് ചെയ്യുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ ടാസ്ക് പെർഫോം ചെയ്യണമെന്നായിരിക്കും. ആ ടാസ്കിനെ നമ്മൾ വലിയൊരു ടാസ്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കുഞ്ഞു എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ടാസ്ക്കായിട്ടോ പ്രോസസ്സായിട്ടോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ്. അപ്പോൾ ആ ടാസ്കുകൾ തമ്മിൽ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ടാസ്ക് മാനേജ്മെൻറ്റ്. ആ ടാസ്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, ആ ഷെഡ്യൂൾ ചെയ്യുന്ന മെമ്മറി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, മെമ്മറി ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ആർക്കാണ് ആദ്യം അലോട്ട് ചെയ്യുന്നത്, സി പി യുവിന് എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത്, ആ സാധനത്തിനാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയാം, പ്രോസസ് ഷെഡ്യൂളിംഗ്. പിന്നെ ഇൻറ്ററപ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതും മാനേജ് ചെയ്യുന്നത് ആക്ച്വലി ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആർട്ടോസാണ്. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഒരു ടാസ്കിനകത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാസ്കിനകത്തുണ്ടെങ്കിലോ ആ പ്രോസസ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ആർട്ടോസാണ്. സിങ്കർണൈസേഷൻ എമംഗ് പ്രോസസ്സ്. അത് സിങ്കർണൈസ് ചെയ്യുന്നത്, പ്രോസസ്സിനെ സിങ്കർണൈസ് ചെയ്യുന്നത് ഈ ആർട്ടോസാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുന്നതും നേരത്തെ ജനറൽ പർപ്പസ് OS ചെയ്യുന്ന പോലെ തന്നെ ആരാണ്? ഈ ആർട്ടോസാണ്. ഇനി ഇതിനകത്ത് നമുക്ക് വേരിയസ് ആർട്ടോസ് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, വേരിയസ് ആർട്ടോസ് സർവീസസ്. അപ്പം ബേസിക് ഫങ്ഷൻസ് 7 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബേസിക് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെൻറ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, IO ഡിവൈസ്, സബ്സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്. ഇത് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇതിനകത്ത് പഠിച്ചാണ്. ജനറൽ പർപ്പസ് OSനകത്ത് ചെയ്യുന്ന അതേ ഫങ്ഷൻസൊക്കെ ഇതിനകത്തും അപ്ലിക്കബിളാണ്. ആർട്ടോസ് മെയിൻ ഫങ്ഷൻസ്, ആർട്ടോസിൻ്റെ സാധാരണ ഫങ്ഷൻസ് കൂടാതെയുള്ള മെയിൻ ഫങ്ഷൻസ്: റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂൾ, ടൈം ബൗണ്ടഡ് ആയിട്ട് ടാസ്കിനെ ഷെഡ്യൂൾ ചെയ്യുക, അത് ഇതിനകത്ത് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻറ്ററപ്റ്റ് ലാറ്റൻസി, ഇൻറ്ററപ്റ്റിൻ്റെ ടൈം, ഓരോ ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ടൈംസ് ആൻഡ് സിസ്റ്റം ക്ലോക്ക്, സിസ്റ്റം യൂസ് ഓഫ് ടൈമേഴ്സ്, നമ്മൾ സിസ്റ്റം ടൈമേഴ്സിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ സിസ്റ്റം ക്ലോക്കിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതൊക്കെ ആരാണ്? ആർട്ടോസിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ടൈം മാനേജ്മെൻറ്റ്, ടൈം അലോക്കേഷൻ, ഡിഅലോക്കേഷൻ ടു അറ്റൈൻ എഫിഷ്യൻസി ഇൻ എ ഗിവിങ് ടൈം കൺസ്ട്രെയിൻസ്. ഓരോ പ്രോസസ്സിനും ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിഅലോക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ആർട്ടോസ് തന്നെയാണ്. പിന്നെ പ്രഡിക്റ്റബിൾ ടൈമിംഗ് ബിഹേവിയർ ഓഫ് ദി സിസ്റ്റം ആൻഡ് പ്രഡിക്റ്റബിൾ ടാസ്ക് ഓർഗനൈസേഷൻ. ഇപ്പം ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അത് പ്രഡിക്റ്റ് ചെയ്യാം. അതിനുശേഷം വേറെ ഒരു സാധനം വരും എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ പ്രോസസ്സിനെ മാനേജ് ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് പ്രഡിക്റ്റബിലിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ആർട്ടോസിൻ്റെ ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പ്രയോറിറ്റി മാനേജ്മെൻറ്റ്, അപ്പോൾ ഓരോ പ്രോസസ്സ് ഇതിനകത്ത് ആദ്യം ഏത് പ്രോസസ്സ് പെർഫോം ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഏതാണ്, അപ്പം എങ്ങനെയാണ് പിന്നെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും ടൈം കൊടുക്കേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നത് ഈ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പ്രയോറിറ്റി മാനേജ്മെൻ്റ് ആണ് ആക്ച്വലി ഇതാണ്. പിന്നെ ടൈം സ്ലൈസിങ്, ഓരോ പ്രോസസ്സിനും ഇത്ര ടൈം കൊടുക്കണം, അത് കഴിഞ്ഞാൽ വേറെ എന്തിനേത് ഹയസ്റ്റ് പ്രയോറിറ്റിക്ക് കൂടുതൽ ടൈം കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിനാണ് ടൈം സ്ലൈസിങ് എന്ന് പറയുക. ടൈം സ്ലൈസിങ് ഓഫ് ദി പ്രോസസ് എക്സിക്യൂഷൻ്റെ ടൈം എങ്ങനെയായിരിക്കണം ഡിസൈഡ് ചെയ്യുന്നത്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റബിലിറ്റി. അപ്പോൾ ഹാർഡ് റിയൽ ടൈം, സോഫ്റ്റ് റിയൽ ടൈം തന്നെ രണ്ട് റിയൽ ടൈം ആവശ്യമുണ്ട്. അതിനകത്ത്
രണ്ടിനെയും സ്വിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ വേരിയസ് ആർട്ടോസ് സർവീസസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടോസ്. ദർ ആർ 2 type of real-time system, real-time operating system, hard real-time and soft real-time. First one, hard real-time. Hard real-time means strict adherence to each task schedule. അപ്പം സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഉള്ളതാണ് ആക്ച്വലി ഇത് ഹാർഡ് റിയൽ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം, ഇപ്പോൾ 1 millisecond ഇടയ്ക്ക് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് കംപ്ലീറ്റ് വിതിൻ ദാറ്റ് ടൈം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം മസ്റ്റ് മീറ്റ് എ ഡെഡ് ലൈൻ ഫോർ ഈച്ച് ടാസ്ക് വിത്തൗട്ട് എനി സ്ലിപ്പേജ് ഇല്ലാതെ, ടൈം ഡിലേ ഇല്ലാതെ ആ ഒരു ടൈം കൺസ്ട്രെയിൻസിനിടയ്ക്ക് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പിനിടയ്ക്ക് കംപ്ലീറ്റ് ചെയ്തോളണം. ഇല്ലെങ്കിൽ മിസ്സിങ് എനി ഡെഡ് ലൈൻ മേ പ്രൊഡ്യൂസ് കാറ്റസ്ട്രോഫിക് റിസൾട്ട് ഫോർ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. അതൊരു ഫെയിലറായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയ ഡാമേജ് ആയിട്ടോ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് പെർമനൻറ്റ് ഡാറ്റ ലോസ് ആൻഡ് ഇറിക്കവറബിൾ ഡാമേജ് ടു ദി സിസ്റ്റം ഓർ യൂസേഴ്സ്. റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് യൂസറിനോ സിസ്റ്റത്തിനോ ഉണ്ടാവുന്നതാണ് ആക്ച്വലി ഈ ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം ഡെഡ് ലൈനിടയ്ക്ക് എന്ത് ചെയ്തിട്ടിരിക്കണം, ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ സിസ്റ്റം ഫെയിലറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ എയർ ട്രാഫിക് കൺട്രോൾ. ഇപ്പോൾ നമ്മൾ നോക്കിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാറിക്കഴിഞ്ഞാൽ ട്രാഫിക് കൺട്രോളിനകത്ത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരികയാണെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്തിട്ട് ഫ്ലൈറ്റിനകത്ത് റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ടൈം കുറേ കൊടുക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ കാര്യം അബദ്ധമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അപ്പം തന്നെ പ്രോസസ്സ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ നമുക്ക് കാണേണ്ടി വരും. പിന്നെ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഫോർ വെഹിക്കിൾസ്. നമ്മൾ ഇത് പറയുന്നല്ലേ, എന്താണ് തന്നെ പറയാം, നമ്മൾ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം. ആക്ച്വലി സ്പീഡ് കൺട്രോൾ എന്നല്ല, ഒരു ടേം ഉണ്ടായിരുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് ലോക്ക് ചെയ്യാൻ പറ്റും. വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി എവിടം വരെ, അൺടിൽ വി പ്രസ് എ ബ്രേക്കോ ആക്സിലറേഷനോ ബ്രേക്കോ പ്രസ് ചെയ്യുന്നതിൻ്റെ വരെ അത് ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഈ വെഹിക്കിൾ അത് റെസ്പോണ്ട് ചെയ്യാണ്ട് അതേ സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ അതൊരു വലിയ ഫെയിലർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും, ഈ ആർട്ടോസ് ഹാർഡ് റിയൽ ടൈമിൻ്റെ ആർട്ടോസിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് അതാണ്. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. സോഫ്റ്റ് റിയൽ ടൈം OS ഡസ് നോട്ട് ഗ്യാരണ്ടി മീറ്റിംഗ് ഡെഡ് ലൈൻ. മീറ്റിംഗ് ഡെഡ് ലൈൻ നമ്മൾ ഗ്യാരണ്ടി തരുന്നില്ല, ബട്ട് ഓഫ് ദി ബെസ്റ്റ് എഫേർട്ട് ടു മീറ്റ് എ ഡെഡ് ലൈൻ. നമുക്കൊരു ബെസ്റ്റ് ടൈം തന്നെ അവർ തരുന്നുണ്ട്. പക്ഷേ മിസ്സിംഗ് ഡെഡ് ലൈൻ ഫോർ ടാസ്ക് അക്സെപ്റ്റബിൾ ഫോർ റിയൽ ടൈം സിസ്റ്റം, അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ പുവർ പെർഫോമൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരിക്കലും അത് സിസ്റ്റത്തിൻ്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, ഫെയിലറായിട്ടോ അല്ലെങ്കിൽ യൂസറിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ ഇറിക്കവറബിൾ ഡാമേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും വരില്ല. ഒരു എക്സാമ്പിളാണ് ടെലികോം, നെറ്റ്വർക്ക്, വെബ് സർവീസ്, ATM മെഷീനകത്തൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് കാർഡ് റിലീസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരെ ഫസ്റ്റ് മെനുവിനകത്തേക്ക് പോകും, അല്ലെങ്കിൽ സ്റ്റക്ക് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റക്ക് ആവില്ല, നമ്മുടെ മെനു ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഒരിക്കലും അത് സിസ്റ്റം ഫെയിലറോ അല്ലെങ്കിൽ വേറെ ഒന്നിനകത്തേക്കും പോവില്ല. Next is characteristics of RTOS. As like normal operating system, RTOS can have following important characteristics. One is deterministic. Operations are performed in a fixed, predefined times or within predefined time intervals. Deterministic എന്ന് പറയുന്നതാണ് ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അത്. ആൻഡ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് റെസ്പോൺസീവ്. If an interrupt occurs, then how long it takes operating system to service the interrupt. It includes amount of time begin execution of interrupt. അപ്പോൾ റെസ്പോൺസീവ് തന്നെ ഒരു ഇൻട്രപ്റ്റ് occur ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നേരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എത്ര നേരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് ആർട്ടോസ് എന്ന് പറഞ്ഞാൽ. റെസ്പോൺസീവാണ്. ഇൻട്രപ്റ്റ് occur ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. പിന്നെ റിലയബിലിറ്റി,
റിയൽ ടൈം OS പെർഫോംഡ് ആൻഡ് കൺട്രോൾ all the events in real time. Real time തന്നെ എന്ത് ചെയ്യണം, അതൊക്കെ ഇവൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യണം. റിയൽ ടൈം തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട്. സോ ലോസ് ഓഫ് പെർഫോമൻസ് മേ കോസ് മേജർ ഡാമേജ് ആൻഡ് ഈവൻ ലോസ് ഓഫ് ലൈഫ്. അത് പെർഫോമൻസ് ഡാമേജ് മാത്രമല്ല, എന്താ പറയുക, ലോസ് ഓഫ് ലൈഫും കൂടി ആയിരിക്കും എന്ത് ഈ ഇതെന്ന് പറയുക. അതുകൊണ്ട് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ് ആക്ച്വലി ഇതിനകത്ത്. സോ റിലയബിലിറ്റി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് RTOS. And next one is user control. It is important to allow the user fine-grained control over task priority. For such kinds of control, user must have knowledge to distinguish hard and soft tasks. ഇപ്പോൾ യൂസർ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബേസിക് ഫങ്ഷൻസ് ഓഫ് RTOS. In RTOS there is a kernel. സാധാരണ എല്ലാ OSിലുള്ളത് പോലെ തന്നെ RTOS should have a kernel. The real-time operating system is the kernel of the real-time operating system is known as real-time kernel. അപ്പോൾ സാധാരണ OSിനകത്തുള്ള കേണലും RTOSിനകത്തുള്ള കേണലും തമ്മിൽ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the real-time kernel is highly specialized and it contains only minimal set of services required for running the user application or task. യൂസർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ടാസ്കിനോ വേണ്ടിയിട്ടുള്ള, അതിന് മാത്രം വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് സർവീസസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ, RTOSിൻ്റെ കേണലിനകത്ത് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ബേസിക് ഫങ്ഷൻസിൻ്റെ കൂടെ തന്നെ നമ്മളെ ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യേണ്ട മിനിമം നമ്പർ ഓഫ് സർവീസസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ, ഈ റിയൽ ടൈം OSിൻ്റെ കേണലിനകത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് എ റിയൽ ടൈം കേണൽസ് ആർ ലിസ്റ്റഡ് ബിലോ. ഫസ്റ്റ് വൺ, ടാസ്ക് ഓർ പ്രോസസ് മാനേജ്മെൻറ്റ്, ടാസ്ക് ഓർ പ്രോസസ് ഷെഡ്യൂളിംഗ്, ടാസ്ക് ഓർ പ്രോസസ് സിങ്കണൈസേഷൻ, എറർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ്, ടൈം മാനേജ്മെൻറ്റ്. ടാസ്കും പ്രോസസ്സും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസസേ ഉള്ളൂ. ചിലതിനകത്ത് ടാസ്കും ചിലതിനകത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരാറുണ്ട്. എനിവേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ടാസ്കോ പ്രോസസ്സിനോ മാനേജ് ചെയ്യുക, ടാസ്കോ പ്രോസസ്സോ ഷെഡ്യൂൾ ചെയ്യുക, ടാസ്കോ പ്രോസസ്സോ സിങ്കർണൈസ് ചെയ്യുക, പിന്നെ എറർ അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുക, എറർ ഹാൻഡിൽ ചെയ്യുക, പിന്നെ സാധാരണ എല്ലാത്തിനെ പോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിങ്, ടൈം മാനേജ്മെൻറ്റ്. ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തും RTOS പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ്, റിയൽ ടൈം OSിനകത്ത് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ടാസ്ക് ഓർ പ്രോസസ് മാനേജ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ഇറ്റ് ഡീൽസ് വിത്ത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഡീൽസ് വിത്ത് സെറ്റിംഗ് അപ്പ് ദി മെമ്മറി സ്പേസ് ഫോർ ടാസ്കിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്പേസ് സെറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുമല്ലോ, ആ പ്രോഗ്രാം കോഡ് ഈ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. അലോക്കേറ്റിംഗ് റിസോഴ്സ് ഫോർ ദിസ് പ്രോഗ്രാം, ഈ ടാസ്കിനോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനോ വേണ്ടിയിട്ടുള്ള റിസോഴ്സസൊക്കെ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. ദെൻ സെറ്റിംഗ് അപ്പ് എ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. TCB എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുക. TCB എന്ന് പറഞ്ഞാൽ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. ഓരോ ടാസ്കിനും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു TCB എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്യും. അത് ചെയ്യുന്നത് ആക്ച്വലി ആരാ, അത് കേണലായിരിക്കും. TCB സെറ്റ് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും ചെയ്യുന്നത് ആരായിരിക്കും, ഈ കേണലായിരിക്കും. എന്താണ് TCB എന്ന് നോക്കാം. ആക്ച്വലി TCB എന്ന് പറഞ്ഞാൽ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വെച്ചാൽ block of information or it's a kind of informations. ഒരു ടാസ്കിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് ആക്ച്വലി ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ടാസ്ക് കൺട്രോൾ ബ്ലോക്കിനകത്ത്, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് ഈസ് യൂസ് ടു ഹോൾഡിംഗ് ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു എ ടാസ്ക്. ഒരു ടാസ്കിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആ ടാസ്ക് കൺട്രോൾ ബ്ലോക്കിനകത്ത് ഉണ്ടാവും. TCB യൂഷ്വലി കണ്ടെയ്ൻസ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ്. എന്തൊക്കെയാണ്? ടാസ്ക് ID, ഓരോ ടാസ്കിനും യൂണിക് ആയിട്ടുള്ള ID നമ്പർ ഉണ്ടായിരിക്കും. വേറെ ടാസ്കുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ലത്, വേറെ ടാസ്ക് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്കിനും കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ID ഉണ്ടായിരിക്കും. ഇപ്പോൾ ടാസ്ക് ID എന്ന് പറഞ്ഞ സാധനം എല്ലാ TCBക്കകത്തും ഉണ്ടായിരിക്കും. ഓരോ ടാസ്കിനും കറസ്പോണ്ടിങ് ID ഉണ്ടായിരിക്കും. ദെൻ ടാസ്ക് സ്റ്റേറ്റ്, കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി ടാസ്ക്, അതെന്താണ്, ബിസി ആണോ, റണ്ണിങ് ആണോ, എക്സിക്യൂഷൻ ആണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരിക്കും. Next, task type, indicate whether the type of the task can be real, hard, soft real time or hard real time ആണോ,
ഏത് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ആണോ, ഹാർഡ് റിയൽ ടൈം ടാസ്ക് ആണോ, സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് ആണോ, അതോ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ആണോ എന്നൊക്കെയുള്ള ടാസ്ക് ടൈപ്പ് ഉണ്ടാവും. ആ ടാസ്ക് ടൈപ്പ് സ്പെസിഫൈ ചെയ്യും. ദെൻ പ്രയോറിറ്റി ഓഫ് ദി ടാസ്ക്, ഓരോ ടാസ്കിനും കറസ്പോണ്ടിങ് പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ഹയസ്റ്റ് പ്രയോറിറ്റി ടു ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിനകത്ത് ഏത് പ്രയോറിറ്റി നമ്പർ ഉണ്ടായിരിക്കും അതിനകത്ത്. ദെൻ ടാസ്ക് കോണ്ടെക്സ്റ്റ് പോയിൻ്റ് കോണ്ടെക്സ്റ്റ് സേവിങ്. ഇപ്പോൾ വേറെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും അതിനകത്ത് വരുന്നതാണ് എന്ത് ടാസ്ക് കോണ്ടെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്കിനകത്ത് നെക്സ്റ്റ് ടാസ്കിനകത്തേക്ക് പോയിന്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ടാസ്ക് കോണ്ടെക്സ്റ്റ് പോയിൻ്റിനകത്ത് ഉണ്ടാകുന്നത്. ദെൻ ടാസ്ക് മെമ്മറി പോയിൻ്റർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റേഴ്സ് ടു ദി കോഡ് മെമ്മറി, ഡാറ്റ മെമ്മറി ആൻഡ് സ്റ്റാക്ക് മെമ്മറി ഫോർ ദി ടാസ്ക്. ഈ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഈ ടാസ്കിന് അലോട്ട് ചെയ്തിരിക്കുന്ന കോഡ് മെമ്മറി തന്നെ പ്രോഗ്രാം മെമ്മറി, അത് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി, ഡാറ്റ മെമ്മറി, അത് യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് മെമ്മറി, അതൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ആക്ച്വലി ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടാകും. ഈ ടാസ്ക് കൺട്രോൾ ബ്ലോക്കിനകത്തുണ്ടായിരിക്കും. ടാസ്ക് സിസ്റ്റം റിസോഴ്സ് പോയിൻറ്റേഴ്സ് ടു ദി സിസ്റ്റം റിസോഴ്സ് യൂസ്ഡ് ബൈ ദി ടാസ്ക്. ഈ ടാസ്ക് യൂസ് ചെയ്യുന്ന സിസ്റ്റം റിസോഴ്സസ് എന്തൊക്കെയാണോ അതിന് പോയിൻ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ടാസ്ക് പോയിൻറ്റേഴ്സ് ടു ദി അത് TCP, വേറെ ഏതെങ്കിലും TCP അതിനകത്തേക്ക് പോയിൻ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് അടങ്ങിയതായിരിക്കും ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ആ ടാസ്കിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ഈ ബ്ലോക്കിനാണ് നമ്മൾ എന്താ പറയുന്നത്, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം TCP ക്രിയേറ്റ് ചെയ്യും. ഈ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ TCPയും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ദി പാരാമീറ്റേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി TCP കേർണൽ ഡിപ്പെൻഡൻറ്റ്. ഇതിനകത്തുള്ള പാരാമീറ്ററും ഇംപ്ലിമെൻറ്റേഷനൊക്കെ TCP എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി TCP എന്നൊക്കെ പറഞ്ഞ സാധനം അതിനകത്തുള്ള പാരാമീറ്റേഴ്സും അത് TCP ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആക്ച്വലി കേർണൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ കേർണൽ മാറുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ OS മാറുന്നതനുസരിച്ചിട്ട് TCPയുടെ സ്റ്റൈലും അതിനകത്തുള്ള കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യും, മാറും. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ആക്ച്വലി മാറും. The TCP parameters varies across different kernel based on the task management implementation. The management services utilizes the TCP of a task in the following way. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന കുറേ മെത്തേഡിലായിരിക്കും. എങ്ങനെ TCP യൂസ് ചെയ്തിട്ട് ടാസ്കിനെ മാനേജ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ക്രിയേറ്റ് എ TCP ഫോർ എ ടാസ്ക് ഓൺ ക്രിയേറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്തും ക്രിയേറ്റ് ചെയ്യും, ഒരു TCPയും ക്രിയേറ്റ് ചെയ്യും. ഡിലീറ്റ് ഓർ റിമൂവ് ദ TCP ഓഫ് എ ടാസ്ക് വെൻ ദി ടാസ്ക് ഈസ് ടെർമിനേറ്റഡ് ഓർ ഡിലീറ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാസ്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും TCP എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി TCP എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. റീഡ്സ് ദി TCP ടു ഗെറ്റ് ദി സ്റ്റേറ്റ് ഓഫ് ടാസ്ക്. ടാസ്കിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് TCP എന്ത് ചെയ്യും, നമുക്ക് റീഡ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു TCPയോ അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സോ TCP റീഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അപ്ഡേറ്റ് ദി TCP വിത്ത് അപ്ഡേറ്റ് പാരാമീറ്റേഴ്സ് ഓൺ നീഡ് ബേസിസ്. ഇപ്പം TCP അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് TCP അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് TCPക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. മോഡിഫൈ ദി TCP ടു ചേഞ്ച് ദി പ്രയോറിറ്റി ഓഫ് ദി ടാസ്ക് ഡൈനാമിക്കലി. പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തും ചേഞ്ച് ചെയ്യും, ഇതിൻ്റെ TCPയും ചേഞ്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ടാസ്ക് പ്രോസസ്സിംഗ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് ദി ഷെയറിംഗ് ഓഫ് ദി CPU അമംഗ് വേരിയസ് ടാസ്ക് ഓർ പ്രോസസ്. ഒരു CPU ആണുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ CPU ഉണ്ടെങ്കിലും ഈ CPU ടൈം എങ്ങനെ ഈ ടാസ്കിന് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ ടാസ്കും എങ്ങനെ ഈ CPUവിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നു, അതാണ് ആക്ച്വലി ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കേർണൽ ആപ്ലിക്കേഷൻ കോൾഡ് ഷെഡ്യൂളർ. കേർണലിനകത്തുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഷെഡ്യൂളർ എന്ന് പറഞ്ഞ സാധനം. ഹാൻഡിൽസ് ഇത് ടാസ്ക് ഷെഡ്യൂളിംഗ്. ആ സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ടാസ്കിന് എങ്ങനെ എപ്പം എത്ര ടൈം CPUവിൻ്റെ ടൈം വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഷെഡ്യൂളിംഗ് ഈസ് nothing but an algorithm implementation which performs the efficient and optimal scheduling of the task to provide a deterministic behavior. ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ CPUവിൻ്റെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ടാസ്കിനൊക്കെ എങ്ങനെ CPU റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യും. അത് പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം കേർണലിനകത്തുള്ള പ്രോഗ്രാമാണ്, അതിനെ നമ്മൾ ഷെഡ്യൂളർ എന്ന് പറയും. ഇതാണ് ആക്ച്വലി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന സാധനം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന എൻ്റെ വിശ്വാസം. നോക്കാമോ? അപ്പം ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഫങ്ഷനാണ്, ഈ കേർണലിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ് പ്രോസസ് സിങ്കണൈസേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് സിങ്കണൈസിങ് ദി കൺകറൻറ്റ് പ്രോസസ് ആക്സസ് ഓഫ് എ റിസോഴ്സസ്. ഇപ്പോൾ ഒരു റിസോഴ്സസിനെ തന്നെ പല എന്ത് ചെയ്യുന്നുണ്ടാവും, പല ടാസ്കും ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യും.
അപ്പോൾ അതിനെ സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രോസസ്സും ആരാണ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്? ഈ കേർണൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്, വിച്ച് ഈസ് ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ ടാസ്ക് ആൻഡ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് ഇപ്പോൾ ഒരേ റിസോഴ്സ് തന്നെ പല ടാസ്കും എന്ത് ചെയ്തിട്ടുണ്ടാകും, പല പ്രോസസ്സും എന്ത് ചെയ്തിട്ടുണ്ടാകും, ഷെയർ ചെയ്യുന്നുണ്ടാകും. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? കേർണൽ തന്നെയാണ്. എറർ ഓർ എക്സെപ്ഷൻ ഹാൻഡിൽ, നമ്മൾ നോർമൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു റിസൾട്ട് ഉണ്ടാകും, അതല്ലാതെ ചിലപ്പോൾ എന്തുണ്ടാകും, ഒരു എറേഴ്സ് വരാമായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കേർണലാണ്. അതിനാണ് നമ്മൾ എറർ ഓർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് രജിസ്റ്ററിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ദി എറേഴ്സ് ഒക്കേർഡ് വൈൽ ടാസ്ക് ഈസ് എക്സിക്യൂട്ടിങ്. അപ്പം ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എറർ ഒക്കർ ചെയ്യാൻ പറ്റും. ആ എറർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എക്സാമ്പിൾസ് ഓഫ് എറേഴ്സ്: എക്സെപ്ഷൻസ് ആർ ഇൻസഫിഷ്യൻറ്റ് മെമ്മറി ഈ ഒരു ടാസ്കിന് മതിയാവുന്നില്ല. പിന്നെ ടൈം ഔട്ട്, ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, ആ ടൈമിനിടയ്ക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഡെഡ് ലോക്സ്, അപ്പം ഓരോ റിസോഴ്സും യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതിനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുക. ഡെഡ് ലൈൻ മിസ്സിങ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് നമ്മൾ ആർട്ടോസിനെ പറഞ്ഞിട്ടില്ലേ, ആർട്ടോസിനകത്ത് ഒരു പെർട്ടിക്കുലർ ടൈമും കൺസ്റ്റൻസ് എല്ലാത്തിനും ഉണ്ടായിരിക്കും. ആ ടൈമിനകത്ത് മീറ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ബസ് എറർ, ഡിവൈഡ് ബൈ 0, അൺനോൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് എക്സെട്ര, ഇതൊക്കെ എററാണ്. അപ്പോൾ ഈ എറേഴ്സൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും കേർണലാണ്. എറേഴ്സ് ഓർ exceptions can happen at the kernel level service or a task level. Deadlock is an example of kernel level execution, whereas timeout is an example of task level exceptions. Watchdog timer is a mechanism for handling the timeout for task. ഓരോ ടാസ്കിനും നമ്മളൊരു വാച്ച്ഡോഗ് ടൈമർ പോലെ വെച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിനകത്ത് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്ത് പുറത്തേക്ക് വരും. പിന്നെ അത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ കേർണൽ ലെവൽ എക്സെപ്ഷനാണ്, എററാണ്. പക്ഷേ വേറെ ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ലെവൽ എക്സെപ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് ടൈപ്പ് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് കേർണൽ ലെവലും ഒന്ന് ടാസ്ക് ലെവലും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്. കമ്പയർഡ് ടു ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെമ്മറി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് എൻ RTOS kernel is slightly different. In general, the memory allocation time increasing depending upon the size of the block memory needs to allocate. ഈ ആർട്ടോസിനകത്ത് നമ്മൾ ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ പ്രോസസ്സിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാസ്കിന് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് ജനറൽ പർപ്പസ് ഓസിനകത്ത് ചെയ്യുന്നത്. പക്ഷേ ആർട്ടോസിനകത്ത് അങ്ങനെയല്ല, ഒരു ബ്ലോക്ക് ഒരു ടാസ്കിന് വേണ്ടി അസൈൻ ചെയ്യുക ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരുപാട്